നാളെ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ പുതുതായി അനുവദിച്ച അഡ്മിറ്റ് കാർഡുകളിലും പിഴവുകൾ. മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥിക്ക് പരീക്ഷാ കേന്ദ്രം ലഭിച്ചത് അബുദാബിയിലാണ്. നാഗ്പൂർ സ്വദേശിയായ അബ്ദുള്ള മുഹമ്മദ് താലിബ് എന്ന വിദ്യാർത്ഥിക്കാണ് പരീക്ഷാ കേന്ദ്രമായി അബുദാബി ഇന്ത്യൻ സ്കൂൾ അനുവദിച്ചത്. നാഗ്പൂർ, വാർധ, ഭണ്ഡാര എന്നീ നഗരങ്ങളാണ് പരീക്ഷാ കേന്ദ്രത്തിനായി താൻ അപേക്ഷിച്ചിരുന്നതെന്ന് വിദ്യാർത്ഥി വ്യക്തമാക്കി. സംഭവം വിവാദമായതോടെ NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് നേരിട്ട് ഇടപെടുകയും നാഗ്പൂരിൽ തന്നെ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതായി അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക തകരാറാണ് പിഴവിന് കാരണമെന്നാണ് NTAയുടെ വിശദീകരണം. ഇപ്പോഴും വിവാദങ്ങൾ ഒഴിയാതെ നിൽക്കുകയാണ് നീറ്റ് പുനഃപരീക്ഷ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നാളെയാണ് നീറ്റ് പുനഃപരീക്ഷ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ രാജ്യമൊട്ടാകെ നൽകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അഡ്മിറ്റ് കാർഡുകളിൽ പിഴവുകൾ എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. പുതുതായി അനുവദിച്ച അഡ്മിറ്റ് കാർഡുകളിലാണ് ഇപ്പോൾ പിഴവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥിക്ക് പരീക്ഷാ കേന്ദ്രം ലഭിച്ചത് അബുദാബിയിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ അഡ്മിറ്റ് കാർഡിലെ സാങ്കേതിക പിഴവാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. നാഗ്പൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുള്ള മുഹമ്മദ് താലിബ് എന്ന വിദ്യാർത്ഥിക്കാണ് പരീക്ഷാ കേന്ദ്രമായി അബുദാബി ഇന്ത്യൻ സ്കൂൾ അനുവദിച്ചിരിക്കുന്നത്. നാഗ്പൂർ, വാർധ, ഭണ്ഡാര ഈ 3 നഗരങ്ങളായിരുന്നു ഈ വിദ്യാർത്ഥി പരീക്ഷാ കേന്ദ്രത്തിനായി അപേക്ഷിച്ചിരുന്നത്. അത് ഈ വിദ്യാർത്ഥി വ്യക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സംഭവം വലിയ വിവാദമായി. NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് നേരിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് നാഗ്പൂരിൽ തന്നെ ഈ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതിക തകരാറാണ് ഈ ഒരു പിഴവിന് കാരണമെന്നാണ് NTAയുടെ വിശദീകരണം. എന്തായാലും ഏറെ നാളായി വലിയ വിവാദങ്ങളൊക്കെയാണ് ഈ ഒരു നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ മാറ്റിവെക്കലും, ഇത്തരത്തിൽ പരീക്ഷ മാറ്റിവെച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യവും, ഈ വ്യാജ ചോദ്യപേപ്പർ വ്യാപകമായി പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെലഗ്രാം എന്ന ആപ്പ് നിരോധിച്ചതും അടക്കം ഉൾപ്പെടെ വിവിധ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെയാണ് രാജ്യമൊട്ടാകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അഡ്മിറ്റ് കാർഡുകളിലും പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സാങ്കേതിക പിഴവുകളാണെന്നാണ് ഇപ്പോൾ NTAയും വ്യക്തമാക്കിയിരിക്കുന്നത്.